ഉഷ ഇക്കാര്യത്തിൽ അഡ്വക്കേറ്റ് ടി ബി മിനിയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഈ നാട്ടിൽ ഇത്രയും വലിയ സമൂഹം ചർച്ച ചെയ്യുന്ന ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരുടെ പ്രതികരണങ്ങളൊന്നും കാണുന്നില്ലല്ലോ. ടി ഉഷ എല്ലാ കാര്യത്തിലും കൃത്യമായി മറുപടി പറയുന്നവരാണ് അവർ, ഇത്തരം കാര്യങ്ങൾ പ്രതികരിക്കുന്നവരുമാണ്. പക്ഷേ ഈ സിനിമാ മേഖലയിൽ വനിതകൾ ഇത്രയധികം പ്രശ്നങ്ങൾ നേരിട്ടു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടും നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകർ അല്ലെങ്കിൽ സ്ത്രീ സമൂഹം അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന നിരവധി സംഘടനകളുണ്ട്. ഇവരൊന്നും പ്രതികരിച്ച് കാണുന്നില്ലല്ലോ. ടി ഉഷ അവരെല്ലാവരും ശരിക്കും എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വടക്കോട്ട് നോക്കിയിരിക്കുന്ന ആൾക്കാരാണ്. കാരണം നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ എന്ത് നടന്നാലും പ്രതികരണശേഷി ഇല്ലാത്ത ആൾക്കാരാണ് ഞാൻ കേരളത്തിൽ കണ്ടിരിക്കുന്ന സാംസ്കാരിക നായകന്മാരെല്ലാവരും. അവർ വേണ്ടാത്തതിന് എപ്പോഴും പ്രതികരിക്കും. അവിടെ അത് ചെയ്തു, ഇവിടെ ചെയ്തു, അവിടെ കത്തിച്ചു, ഇവിടെ മറ്റേ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. പക്ഷേ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു കുട്ടി, പിഞ്ചു ബാലിക റേപ്പ് ചെയ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ അതിനെ കടത്തപ്പെട്ടാൽ, ഇല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ മോറൽ സൈഡ് വീക്ക് അതിനെ അതുപോലെ ഉപയോഗിച്ചാൽ, ഇതിനൊന്നും ഇവിടെ എന്ത് നടന്നാലും ആരും പ്രതികരിക്കില്ല അധികം. കാരണം എത്രയോ ഡോക്ടേഴ്സുമാര്, എത്രയോ പിഞ്ചു കുട്ടികള് കൊല ചെയ്യപ്പെട്ടു, അരുംകൊല ചെയ്യപ്പെട്ടു, ആൺകുട്ടികൾ അരുംകൊല ചെയ്യപ്പെട്ടു. ഇവിടെ അപ്പോഴെല്ലാം ഇവർ മിണ്ടാതിരിക്കും. അവർ മിണ്ടത്തേയില്ല, ഒരക്ഷരം അവരനങ്ങത്തില്ല. അതേ സംഭവം ഇത് കേരളത്തിന് വെളിയിൽ എവിടെയെങ്കിലും ആണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായാൽ ഉടൻ റോഡിൽ ഇറങ്ങും. കാരണം അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. നമ്മളെ കൂടെ പറഞ്ഞ, ഞാൻ കണ്ണൂര് ജനിച്ചൊരു സ്ത്രീയാ. അവിടെ ജാതി മത ഭേദമന്യേ ഒന്നിച്ച് നടന്ന കുട്ടിക്കാലമാണ് എൻ്റെത്. അന്നൊന്നും ഇല്ലാത്തൊരു പ്രവണത ഇന്ന് ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ നാട് എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്? നമുക്ക് ശേഷം പ്രളയമൊന്നുമല്ല ഇവിടെ. നമുക്ക് ശേഷം നമ്മുടെ പാരമ്പര്യം, നമ്മുടെ തലമുറ, നമ്മുടെ മക്കൾ, പേരക്കിടാങ്ങൾ, അവരുടെ മക്കൾ ഭൂമിയിൽ ജീവിച്ചു വാഴേണ്ട ഈ കേരള ഭൂമി എങ്ങനെയാണ് ഇത് ഇങ്ങോട്ട് പോകുന്നത്? നമുക്ക് എന്താണ് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക? നമ്മൾ മരിച്ചു പോകുമ്പോൾ നാളെ നമ്മളെ പറ്റി നല്ലത് ഓർക്കണമെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ നല്ല കാര്യം ചെയ്തു വെച്ചിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൂട്ടത്തിൽ ഓടുകയല്ല ചെയ്യേണ്ടത്. ഒരാളെങ്കിലും തിരിഞ്ഞു നിൽക്കൂ. ഒരു വ്യക്തിയെങ്കിലും സമൂഹത്തിൽ കൂട്ടത്തിൽ ഓടാതെ ഒരു പ്രതികരണ ശേഷിയോടുകൂടെ തിരിഞ്ഞു നിന്ന് ഇതല്ല ഇവിടെ നടത്തേണ്ടത്, ഇവിടെ നടക്കേണ്ടത് ഇന്നതാണ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ മുൻപന്തിയിലായിരുന്നു. വിവേകത്തിന്റെ കാലത്തിൽ നമ്മൾ മുൻപന്തിയിലായിരുന്നു. ഏത് സയന്റിസ്റ്റുകൾ, ഏത് കാര്യം, എവിടെ, അമേരിക്ക, ഇംഗ്ലണ്ട്, എവിടെ പോയാലും അവിടെ തലപ്പത്ത് ഒരു മലയാളി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. പണ്ട് നമ്മൾ തമാശ പറയും, ചന്ദ്രനിൽ പോയാലും അവിടെ ചായ അടിച്ചുകൊണ്ട് ഒരു മലയാളി നിൽക്കുന്നുണ്ട് എന്ന്. അത്രയ്ക്ക് ഉന്നത നിലവാരം പുലർത്തിയിരുന്ന നമ്മുടെ കേരളത്തിലുള്ള മലയാളികളുടെ മനോഭാവം, ചിന്താഗതികൾ, അവർ കുത്തനെ ഗ്രാഫ് താഴെ കിടക്കുകയാണ്. വേണ്ടാത്ത കാര്യത്തിന് പ്രതികരിക്കുക, വേണ്ടാത്ത കാര്യങ്ങൾക്ക് അടികൂടുക, വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഇങ്ങനെ പോയി പ്രതികരണശേഷിയില്ലാത്ത ഒരു സമൂഹം ഇന്ന് കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുക. ഒന്നും മിണ്ടണ്ട, ഒന്നും പറയണ്ട. നമ്മൾ പറഞ്ഞാൽ നമ്മൾ പുറത്താവും. മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് അങ്ങനെയാണ്. മോനെ ഒന്നും നീ പറയരുത് കേട്ടാ. അപ്പൊ സിനിമയിൽ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞാൽ പിന്നീട് അവസരമില്ല എന്നുള്ളതാണോ നടി ടി ഉഷ? അവിടുത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ പിന്നെ സിനിമയിൽ കാണില്ല, അങ്ങനെയാണോ? തീർച്ചയായും അതിന് എല്ലാവരും, എല്ലാ ഭാഗത്തുള്ളവരും ഉണ്ട്. അതിൽ നടന്മാരെ മാത്രം കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല. ഒരു സിനിമ നമ്മളെ വിളിക്കാൻ വരുമ്പോ ആ ഒരു പ്രൊഡക്ഷൻ മാനേജർ ഇല്ലെങ്കിൽ അവിടുന്ന് തുടങ്ങും ഇവരുടെ സംഭാഷണ രീതി. മിക്ക പടത്തുനിന്ന് നിങ്ങളൊരു 100 പടം എടുത്ത് നോക്കിയാൽ കാണാൻ ഞാൻ പാതിയിലേ ഉണ്ടാവുള്ളൂ. പാതി വഴിയിൽ ആ പടത്തിൽ എന്നെ കാണാറില്ല. ചിലപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ എന്നെ കാണാം. ഒരു ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞാൽ അന്ന് രാത്രി അവരെന്തെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ അപ്പോൾ ആ സെറ്റിൽ നിന്ന് ഞാൻ പെട്ടിയെടുത്ത് ഇറങ്ങാറുണ്ട്. അങ്ങനെ പെട്ടിയെടുത്ത് ഇറങ്ങി എനിക്ക് സിനിമ ഇല്ലാതായി. പിന്നെ ഞാൻ പ്രതികരിക്കാൻ തുടങ്ങിയപ്പം ഒട്ടും സിനിമയിൽ തന്നെ മാറ്റി. അപ്പൊ ചോദിക്കും, നിങ്ങൾ പടം ചെയ്യുന്നില്ലേ? തീർച്ചയായും ഉണ്ട്. 5 പൈസ പ്രതിഫലം തരാതെ ചേച്ചി ഇത്രയും വലിയൊരു ക്യാരക്ടർ ചെയ്യാൻ ഞാനൊരു വലിയ ആർട്ടിസ്റ്റിനെ, ഒരു കുറച്ച് അഭിനയം അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ചാൽ അവർക്ക് 10 ലക്ഷം 15 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. ഞങ്ങൾക്കൊന്നും തരാനില്ല, പക്ഷെ നമുക്ക് സിനിമാക്കാരനാകണം. എന്റെ മനസ്സിന്റെ കഥ. അങ്ങനെ ഞാനിപ്പോ 2 പടത്തിൽ അഭിനയിച്ചു. ഒന്ന് അത്തരം സ്വമേധയാ ധൈര്യം എടുത്തുകൊണ്ട് പ്രതികരിക്കുന്ന ആളാണ്. അവസരങ്ങൾ ലഭിച്ചില്ല എങ്കിൽ പോലും
ഇത്തരം കാര്യങ്ങളോട് പരസ്യമായി പ്രതികരിക്കുന്ന നടിമാരും ടി ടി ഉഷയെ പോലുള്ള ആളുകളുണ്ട്. പക്ഷേ അവർക്ക് സിനിമയിൽ അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ള വ്യക്തമായ കാര്യമാണ് ഇവിടെ ടി ടി ഉഷ കൃത്യമായി രേഖപ്പെടുത്തിയത്.